ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ലഹരി ഉപയോഗിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതൊക്കെ ഒരു എന്താ പറയുക കേരളത്തിൽ ചർച്ചയൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയും ലഹരിയുടെ ഉപയോഗം വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത് ഒരു പുതിയ പ്രതിഭാസമാണ് അല്ലേ? നമ്മൾ ഞെട്ടിക്കുന്നൊരു പ്രതിഭാസമാണ്. ഇപ്പോൾ ഈ വർഷം നമ്മൾ ഏതാണ്ട് 1.5 മാസം കഴിയുമ്പോൾ എത്ര ഇൻസിഡൻസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ പറഞ്ഞ കണക്ക് ഈ വർഷം ആരംഭിക്കുന്നതിന് 14ഉം 16ഉം വയസ്സുള്ള 2 കുട്ടികൾ തേക്കുംകാട് മൈതാനത്തിരുന്ന് ലഹരി ഉപയോഗിക്കുന്നതിന് ഒരാൾ കണ്ടു, അതിനെ എതിർത്തു. അയാളൊരു 30 വയസ്സുള്ള ആളാണ്, അയാളെ കൊല്ലുന്നു. അപ്പോൾ ഈ കൊന്ന കുട്ടികൾക്ക് എത്ര വയസ്സാണ് ഉള്ളത്? 14ഉം 16ഉം വയസ്സ്. അവരെന്താണ് ഉപയോഗിക്കുന്നത്? അവർ MDMA ഉപയോഗിക്കുന്നു. എന്നിട്ട് അതിനെ തടയുന്ന ഒരാളെ അവർ കൊന്നുകളയുന്നു എന്നുള്ളതാണ്. അപ്പം ലഹരി ഉപയോഗിക്കുന്നതൊക്കെ ഒരുപക്ഷെ നമ്മൾ വളരെ മുമ്പ് നടന്നുകൊണ്ടിരുന്നിരുന്നു, പക്ഷേ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായ ഒരു കേസ് എന്ന് പറയുന്നത്. ഈ ഫെബ്രുവരി 6-ാം തീയതി, ഈ മാസം 6-ാം തീയതി തിരുവനന്തപുരത്തൊരു അച്ഛനെ MBBS പഠിക്കുന്നൊരു മകൻ കൊന്നുകളഞ്ഞല്ലോ. ജോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അച്ഛനെയാണ് കൊന്നു കളഞ്ഞത്. പക്ഷേ ആ കൊലപാതകം എന്ന് പറയുന്നത് ഇതെല്ലാം കൊലപാതകങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കേട്ടോ. പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്ത എന്താണെന്നറിയോ? എത്രയോ നാളുകളായിട്ട് രാത്രിയിലൊക്കെ ഇവരെ ഈ അച്ഛനെയും അമ്മയും പുറത്താക്കി വീടൊക്കെ പൂട്ടിക്കളയുകയാണ്. ആ രീതിയിൽ ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. താമരശ്ശേരിയിലെ അമ്മയല്ലേ മകൻ കൊന്നു കളഞ്ഞത്. അതുപോലെ തന്നെ അഴീക്കോട് ഒരു മകൻ അമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരറിയുന്നുണ്ടോ? ഇവരെ മുലയൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവരറിയുന്നുണ്ടോ നാളെ തൻ്റെ തലയ്ക്കടിച്ച് കൊല്ലാൻ പോകുന്ന ഒരുത്തനെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്? അവരറിയാതെയാണ് അവർ ആ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഒരു ക്രൈം സൊസൈറ്റിയായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. ആ അപകടത്തെ നമ്മൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേരളം. അതിനെ ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. നമ്മൾ പല തരത്തിലുള്ള അപകടങ്ങളിലൂടെയാണ് സൊസൈറ്റി എന്നുള്ളതിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദുരഭിമാന കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഇതാ നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്ന വളരെ കുട്ടികളായിട്ടുള്ള ആളുകൾ, സ്കൂളിലെ കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, തൊഴിൽരഹിതരായിട്ട് നടക്കുന്ന ആളുകൾ, തൊഴിലുള്ള ആളുകൾ, പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതായത് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, മറ്റ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇവരിലേക്കൊക്കെ ഇത് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയും മയക്കുമരുന്ന് എന്ന് പറയുന്നൊരു നിയമസാധുതയില്ല. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം എന്താ അറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായങ്ങളിലൊന്നെന്ന് പറയുന്നത് മയക്കുമരുന്നാണ്. അതെപ്പോഴും അദൃശ്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അദൃശ്യതയെ തുറന്നു കാണിച്ചില്ല എങ്കിൽ കേരളം വലിയ അപകടത്തിലേക്ക് പോകും. അതാണ് ഈ നിരന്തരം നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളറിയാതെ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഇത് കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എത്രയോ വീടുകൾക്കുള്ളിലേക്ക് ഇത് കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു, നമ്മളത് അറിയുന്നില്ല. ഇനിയിപ്പോൾ നാളൊരു സമയത്ത് ഇതൊരു ബോംബായി അങ്ങ് പൊട്ടാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രബുദ്ധരായ ഒരു സമൂഹം എന്നുള്ളതിലേക്ക് നമ്മൾ ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ. ഏത് തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഉണ്ടായപ്പോഴൊക്കെ അതിനെ വളരെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു സൊസൈറ്റിയാണ് കേരളം എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇനിഷ്യേറ്റീവ് റിപ്പോർട്ടർ TV എടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സർക്കാരിൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല. ആണോ? എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഒരു ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ പോലീസിൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല. പോലീസ് ഫോഴ്സിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എക്സൈസ് ഫോഴ്സിൽ എത്ര പേരുണ്ട്, സർക്കാരിന് എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തൊരു കടയിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാലും അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഒരു പബ്ലിക് പോലീസിങ്ങിൻ്റെ ആവശ്യം സമൂഹത്തിൽ സംജാതമായിരിക്കുന്നു. ഇത് പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? നമ്മൾ ഏത് തലമുറയാണ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണല്ലോ പ്രശ്നം. അത് നമ്മളെല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ? അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഈ പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സുരക്ഷിതനാണോ? അല്ല. നേരത്തെ ആൻഡോ സാർ പറഞ്ഞ കണക്ക് ഈ ലഹരി ഉപയോഗിച്ചിരിക്കുന്ന ഒരുത്തൻ്റെ മുന്നിലേക്ക് ആര് ചെന്നുപെട്ടാലും അവൻ ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യാം. ഈ കേസിൽ നോക്കൂ, ലത്തീഫിന്റെ ഭാര്യയും അതെ അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നയാളല്ല, അല്ല, വല്യപ്പയുടെ ബന്ധുവാണ്. അതെ. ഇനി ലഹരി ഉപയോഗിച്ചിട്ടാണ് അയാൾ പോകുന്നതെങ്കിൽ അയാളും സുരക്ഷിതനല്ലല്ലോ. ആ പെൺകുട്ടി നേരിട്ട് വീടുമായിട്ട് ബന്ധം. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കിയേ, ഈ കൊലപാതകങ്ങളിലൊക്കെ നിങ്ങളെ ഈ മറ്റൊരു അന്യനെ അല്ല കൊല്ലുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ, ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് വീടുകൾക്കുള്ളിലാണ്. ബന്ധുക്കളെയാണ് കൊല്ലുന്നത്. ഒന്നുകിൽ അച്ഛനെ കൊല്ലുന്നു, അല്ലെങ്കിൽ അമ്മയെ കൊല്ലുന്നു. അതൊക്കെ എത്ര നിഷ്ഠുരമായിട്ടാണ്. കഴുത്തറുത്ത് കൊല്ലുന്നു. ഈ രീതിയിലാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതാണ് പ്രശ്നം. എന്താ വെച്ചാൽ ഈ ഡ്രഗ്സ് എല്ലാം അവൈലബിൾ ആണ്, പക്ഷേ ഇത് വാങ്ങിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന ആളുകൾ നോക്കുള്ളൂ, വിദ്യാർത്ഥികൾക്ക് ഇടുന്ന പൈസ ഇത് വലിയ കോസ്റ്റ്ലിയാണ്. MDMA എന്ന് പറയുന്നതൊക്കെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. അത് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വലിയ പൈസ വേണം. ആ പൈസ തൊഴിലില്ലാത്ത ഒരാൾക്ക് പൈസ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബന്ധുക്കളെ കൊന്നുകൊണ്ട് ആ പൈസ സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അച്ഛനെയും അമ്മയാണ് ആദ്യത്തെ ടാർഗറ്റ് ആയിരുന്നത്. ഈ ലഹരി ഉപയോഗിച്ച് വലിയ രീതിയിൽ വേറൊരു വിഭ്രമത്തിലൊക്കെ ആയി പോകുന്ന ഒരാൾ ഒരു ആൾക്കൂട്ടത്തെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്ത് നിന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് പോലെയല്ല. ഇതൊരു വളരെ പ്ലാൻഡ് ആയിട്ട് ടാർഗറ്റഡ് ആയിട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളെ ജന്മം നൽകിയവരെ കൊല്ലുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്.
Meet the editors.